ഇടുക ചെയ്തത്. അതെന്തുവാ ചേച്ചി? ഗ്ലാസ് തട്ടിയാലും അതിന് താഴെ കേട്ടോ. ഇവിടെ താഴെ വീണ സാധനം ഞാൻ ഞങ്ങൾ ചേച്ചി നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെ പറയല്ലേ, ഗെയിം ആകുമ്പോ തോക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യും. ചേച്ചി അങ്ങനെ പിന്നെ ചേച്ചി അങ്ങനെ പിന്നെ ചേച്ചി എന്തിനാ എപ്പോഴും ഇങ്ങനെ കളിയാക്കുന്നത്? പിന്നെ ഞങ്ങൾ തോറ്റുന്നില്ല, ഞങ്ങൾ ജയിച്ചു. എന്താ കുഴപ്പം? ഞാൻ ശരിക്കും ചൂടായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. കാര്യമായിട്ട് പറയോ, കൊറേ നേരമായി. എപ്പ വന്നതാ? എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം പ്രോത്സാഹിപ്പിക്കണേ. അടിപൊളി അടിപൊളി. ആട്ടിടയാ വരൂ വരൂ മാലാഖ പാടി ഹല്ലേലൂയാ. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ വന്നു പിറന്നു ഈശോ. മണ്ണിൽ പുത്രനെ വാഴ്ത്താൻ വരൂ. ഇസ്രായേലിൻ നാഥനായി വാണുമേഘദൈവം. സത്യദീപമാർഗമാണു ദൈവം. പുറത്തുപോയി പഠിക്കണമെന്നും ജോലി ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? കുറഞ്ഞ ചെലവിൽ ജർമ്മനിയിൽ പോകാം, സൗജന്യമായി പഠിക്കാം. പഠനത്തോടൊപ്പം ജോബ് സീക്കർ വിസയും നിങ്ങൾക്ക് നേടിത്തരും. EIG ഓവർസീസ്, കേരളാസ് നമ്പർ 1 ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊമോട്ടർ. അടുത്തൊരു ഗെയിമിലേക്ക് പോവാണ്. അപ്പൊ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 4 സിനിമാ പാട്ടുകൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ 2 എണ്ണം ഞാൻ പൂത്തിരി, 2 എണ്ണം ലാത്തിരിക്ക് തരും. ഓക്കെ, സിനിമാ പാട്ടുകളുടെ ആ ട്യൂണില് നിങ്ങൾ ഒരു കരോൾ ഗാനം ഉണ്ടാക്കണം. മനസ്സിലായല്ലോ? ഇപ്പൊ ഫോർ എക്സാമ്പിള് ഇപ്പൊ വന്നല്ലോ ഫീലിങ്സ്, അത് എക്സാമ്പിൾ ആട്ടോ, ആ പാട്ട് ചേർത്തിട്ടില്ല കേട്ടോ. ആ ഫീലിങ്സിൽ ഈ നമ്മൾ ഈ ക്രിസ്മസിന് ഉപയോഗിക്കുന്ന ആ പാട്ടില് നമ്മൾ കരോൾ ഗാനം ഉണ്ടാക്കണം. അല്ല, ഇത് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ആ മ്യൂസിക്, ഞാൻ പറയുന്ന ആ മ്യൂസിക്കിന്റെ ട്യൂൺ ഉണ്ടാവണം. പറയുകയാണോ അതോ പ്ലേ ചെയ്തു? അറിയാവുന്ന പാട്ടുകളാ പാടി തന്നാ മതി, പറഞ്ഞിരുന്നു. പാടാറിയില്ല. ഞാൻ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യട്ടെ. 4 സോങ് ഉണ്ട്. 2 എണ്ണം ഞാൻ പൂത്തിരിക്കും, 2 എണ്ണം ലാത്തിരിക്ക് തരുവാണേ. ലിറിക്സ് തരണേ ഇങ്ങോട്ട്. ലിറിക്സ് ഒക്കെ അതൊക്കെ സെറ്റ്. 2 എണ്ണം ഞാൻ ലാത്തിരിക്ക് തരുന്നത് വേൽമുരുക ഹരോ ഹരയും, 2ാമത്തെ ഓലത്തുമ്പത്തിരുന്ന്. ഓക്കെ, മനസ്സിലായല്ലോ? ആൻഡ് പൂത്തിരിക്ക് ലജ്ജാവതിയും മാനസമയനും. എത്ര വരി ആലോചിക്കാൻ സമയമുണ്ട്. 4 പേരും ചേർന്നോണം കേട്ടോ, ഒരാളല്ല. 4 വരി വേണേ, 4 വരി വേണം. ഒരു പാട്ടിന് 4 വരിയിൽ വേണം കരോൾ ഗാനം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം കൗണ്ട് ഡൗൺ 5 4 3 2 1 0. ഓക്കെ ഓക്കെ ഓക്കെ, ഫിനിഷ്. ഓക്കെ, ഇപ്പൊ നിങ്ങളെ ഞാൻ ഒരു ചെറിയൊരു ഹെൽപ്പ് തന്നേക്കാണ്. ഒരു പാട്ടായിട്ട് ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതാ സെറ്റ് ചെയ്തേക്കണേ? ഏതാ വേൽമുരുക. ഏതാ സെറ്റ് ചെയ്തേക്കണേ? ഞങ്ങള് 2 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്പോട്ടിൽ അടിക്കണേന്ന് തോന്നുന്നു. അപ്പൊ പൂത്തിരി ഫസ്റ്റ് തുടങ്ങാല്ലേ? ഏത് പാട്ടായിരുന്നു? ലജ്ജാവതി. ഓക്കെ, ലജ്ജാവതിയുടെ കരോൾ സോങ്. ഓക്കെ, സൈലന്റ് ആയിട്ടിരിക്കെ, കേക്കണ്ടേ? ബെത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിതിൽ ഭൂജാതനായി യേശു ക്രിസ്തു ഉണ്ണി പൊന്നുണ്ണി കൈ കുമ്പിട്ടു നമിക്കുന്നു. രോജാരാജ ഈശോ മാനസ കൊട്ടാര കെട്ടിനകത്തുള്ള രോജാരാജ ഈശോ. ഇനി മാനസമൈന ഞങ്ങളുടെ ഇവിടെ ഈ ടീം. ഓക്കെ, ടീം പൂത്തിരി കഴിഞ്ഞിരിക്കട്ടെ. ടീം രാത്രി സ്റ്റാർട്ട്.
വേൽമുരുക ഓക്കെ. ആട്ടിടയാ വരൂ വരൂ മാലാഖ പാടി ഹല്ലേലൂയാ. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ വന്നു പിറന്നു ഈശോ, യൗസേപ്പിന്റെ മാരിയുടെയും പുത്രനാകും ഈശോ. ഇത് മാലാഖ മേരിയുടെയും ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ വന്നു പിറന്നു ഈശോ, യൗസേപ്പിന്റെ മേരിയുടെയും പുത്രനാകും ഈശോ. ആലുവരിയായി. അതെന്താ ഞങ്ങൾ മറ്റേ സംഗമത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്, അവിടേക്കൊക്കെ പോണം. മറ്റേതും കൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇനിയുള്ള സ്റ്റാൻസ് ഇന്ന് മാനവർക്കെല്ലാം രക്ഷകനായി ഭൂലോകത്തിൽ വന്നു പിറന്നു, മണ്ണും പിണ്ണും സന്തോഷത്താൽ പുളകമണിഞ്ഞു. ഹല്ലേലൂയ പൊന്നീശോയെ ഹല്ലേലൂയ, പൊന്നീശോയെ ഹല്ലേലൂയ. ഓക്കെ. സോ സെക്കൻഡ് സോങ് അല്ലെ, 2 സോങ് ആണ് തന്നെ. അപ്പൊ ഒരു സോങ് അടിപൊളിയായിട്ട് ആരാണ് ടീം രാത്രി പാടിയേക്കാണ്. അടിപൊളി പൊളിച്ച് Thank you, thank you. അതെ ഈ കളിക്ക് ഞാൻ കേട്ടോ. മനീഷ ചേച്ചി ഒട്ടും വിട്ടു കൊടുക്കരുത്. നെക്സ്റ്റ് സോങ് ഏതാ? മാനസമൈനെ വരൂ. ഓക്കെ, കരോൾ പൊളിക്കും. പാടിക്കോ. ഉണക്കമീൻ കൊടുക്കുമ്പോൾ ഒരു ഭാവമാണ് ചേച്ചിയുടെ. ഈ കൊരങ്ങനെ എന്നെ തെറ്റിച്ച്. അതൊരു മെന്റൽ ട്രീറ്റ്മെന്റ് ആണ്. അതെ, തളർത്താൻ വേണ്ടി ചെയ്തതാ. പാടിക്കോ. മാലാഖമാരേ വരൂ, മണ്ണിൽ പുത്രനെ വാഴ്ത്താൻ വരൂ, ഈ മണ്ണിൽ ഭോജാതന വന്നോരൻ യേശു. മാലാഖമാരേ വരൂ, മണ്ണിൽ പുത്രനെ വാഴ്ത്താൻ വരൂ, ഈ മണ്ണിൽ ഭോജാതന യേശുവേ വാഴ്ത്തൂ. മണ്ണാട് കേട്ട എന്നാട് പൂത്തിരി ടീം പൊളി. ആൻഡ് ലാത്തിരിക്ക അടുത്ത പാട്ട് ഏതാ? ഓലത്തുമ്പത്ത്. ഓക്കെ. കാലിത്തൊഴുത്തിൽ കാലിത്തടിക്കുന്ന കുഞ്ഞീശോ, ജോസഫും മേരിക്കും വന്നു പിറന്നൊരു രാജാവേ, എന്നെ കാത്തിയിടണമേ, രക്ഷ നൽകിയിടണമേ, എന്റെ പാപങ്ങളെല്ലാം അങ്ങ് നീക്കിയിടണമേ. ഹോയ് കാലിത്തൊഴുത്തിൽ കാലിത്തടിക്കുന്ന കുഞ്ഞീശോ, ജോസഫും മേരിക്കും വന്നു പിറന്നൊരു രാജാവേ. ഇതിൽ ഒരു ഡൗട്ട് ഇല്ല, ഈ റൗണ്ടിൽ ആരാണ് വിജയിച്ചിരിക്കുന്നത്? ഓരോ പോയിന്റ് മാനസമൈനെ നന്നായിട്ട് ഞാൻ പാടി അല്ലേ? തീർച്ചയായിട്ടും രണ്ടാമത്തെ പാട്ട് ഞങ്ങൾ പൊളിച്ചു. ഒരു പോയിന്റ്. അപ്പൊ ഇവർക്ക് 2 പോയിന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ടീം ലാത്തിരിക്ക് അവർക്കൊരു പോയിന്റ്, ഞങ്ങൾക്ക് ഒരു പോയിന്റ്. ആദ്യത്തെ ആ വരി ഞാൻ എടുത്തിട്ടാ അതെങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രാവശ്യം. അപ്പൊ ടീം ലാത്തിരിക്ക് 2 പോയിന്റും അത് 2 പോയിന്റ് 2 പാട്ടിന് ഇതില് മാത്രം. ടീം പൂത്തിരിക്ക് 1 മാർക്ക് ഈ റൗണ്ടിലാട്ടോ. ടോട്ടൽ മാർക്ക് അല്ല പറഞ്ഞേക്കണം. ഓക്കെ, അപ്പൊ ടോട്ടൽ മാർക്ക് എത്രയാ? ടീം ലാത്തിരിക്ക് 4 പോയിന്റ് ആൻഡ് ടീം പൂത്തിരിക്ക് 2 പോയിന്റ്. ഓക്കെ, 4-2 എന്ന ലീഡിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇത്ര നേരം ഇരുന്നൊക്കെയല്ലേ നമ്മള് ഗെയിം ഒക്കെ കളിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിക്കില്ല. ഇനി കുറച്ച് ദേഹം അങ്ങ് അനങ്ങി നമുക്ക് കളിക്കാം. ഓക്കെ, കുറച്ച് ടാസ്ക് ഉള്ള ഗെയിമുകളാണ് ഇനി കൊണ്ടുവരുന്നത്. ഇനിയിപ്പോ ഇതിൽ 1-2 കൃത്യമായിട്ട് നമുക്ക് വിജയനെ അറിയാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പൊ ഫസ്റ്റിൽ തന്നെ ബലൂൺ ടാസ്ക് ആണ്. ബലൂൺ ടാസ്ക്. ഓക്കെ, ഒരു ടീമില് 2 പേര് വരിക. ഓക്കെ, ചെരിഞ്ഞു നിൽക്കുക. അത് നടുക്ക് സെന്ററിൽ ബലൂൺ വെക്കും. ലൈക്ക് ബാക്ക് ഉപയോഗിച്ച് പൊട്ടിക്കുക. ഏറ്റവും ആദ്യം പൊട്ടിക്കുന്ന ടീം ആരാണ് അവർക്ക് 1 പോയിന്റ്. ഒരു ടീമിൽ നിന്ന് 2 പേര്. ഓക്കെ, ഏറ്റവും ആദ്യം ബാക്കിൽ വെച്ച് ബലൂൺ പൊട്ടിക്കുന്നവര്
ജയിക്കും. ഓക്കെ, ആരാ ലാത്തിരിന്ന് ആരാ വരുന്നേ? സങ്കടം. മാക്സിമം എത്ര പൊട്ടിക്കണമെന്നുണ്ടോ? ഇല്ലില്ല, ഒരു ഒരെണ്ണം മതിയല്ലേ? പൊട്ടിക്കുക എന്നാണ് ഏറ്റവും ആദ്യം പൊട്ടിക്കുന്നത്. ഞങ്ങളുടെ ബാക്ക് ബോൺ ആണ് ബാക്ക് വെച്ച് പൊട്ടിക്കുന്നത്. ഓക്കെ, അഞ്ജന ചേച്ചി. 2 ബലൂണാകുമ്പോ പെട്ടെന്ന് പൊട്ടുന്നു. ഓക്കെ, ടീം ലാത്തിരിന്ന് അഞ്ജന ചേച്ചി ബൈജു ചേട്ടനും. 2 ബലൂണാകുമ്പോ പെട്ടെന്ന് പൊട്ടും. ടീം പൂത്തിരിന്ന് ആരാ? ആരാ? ചേച്ചി. ഞങ്ങൾ 2 ആ, മനീഷ ചേച്ചി, അമൽ ചേട്ടനും. ഓക്കെ, എണീറ്റോ, സ്റ്റാൻഡ് അപ്പ്. ചേട്ടന്റെ നട്ടല് കൂട്ടാവോ? ബലൂണല്ല പൊട്ടിയത് എന്റെ നാട്ടിൽ. അല്ല എല്ലാരും തെറ്റി. ബാക്കിയുള്ളവരെ ഇവരെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാ. സ്റ്റാർട്ട് പറയട്ടോ കേട്ടോ. ഹലോ, ബലൂൺ കെട്ടൂലല്ലേ? വാ, വശത്തിന് വെച്ചു. ഓക്കെ എവിടെ വെക്കണ്ട? ഓക്കെ ഓക്കെ, താഴേക്ക് ഇപ്പൊ ആരും പ്രസ് ചെയ്യരുത്. അയ്യോ എനിക്ക് പേടിയാവണം. ഇല്ല. നീ നിക്കോളാം. അധികം ഉപയോഗിക്കരുത്, കൈ ഉപയോഗിക്കരുത്. റെഡിയാണ്. അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത്. നീ എനിക്ക് പേടിയാവണം. എടാ എനിക്ക് പേടിയാവണം. എനിക്ക് പേടിയാവണം. പേടിക്കണ്ട. അയ്യോ എനിക്ക് പേടിയാവണം. പേടിക്കണ്ട. കൈ പിടിക്കാലോ? റെഡിയാണോ? അയ്യോ എടാ എനിക്ക് പേടിയാവണം. പേടിക്കണ്ട. എനിക്ക് ശ്വാസം മുട്ടുന്നത്. പ്രസ് ചെയ്യുന്ന പ്രോപ്പർ നീ എനിക്ക് ശ്വാസം മുട്ടുന്നു. ഇല്ല, മനുഷ്യന് ശ്വാസം മുട്ടണം. ഇല്ല, ചുമ്മാ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, അതൊന്ന് പൊട്ടിക്കണേ, അതൊന്ന് പൊട്ടിക്കണേ. ഒന്നുമില്ല. കണ്ടായിരുന്നോ? ആ, അതാണ്. മാത്രമല്ല ഞങ്ങളിത് വെച്ചത് മുതിർത്ത വെച്ചത്. വെച്ചോണ്ട് ഹാർട്ട് ബീറ്റ് കൊണ്ട് പൊട്ടിയതാണ്. അതല്ലേ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ സേഫ് സൈഡിൽ ഇരുന്നതാ. അല്ല അത് മാത്രല്ല പൊട്ടും. അപ്പം ടീം ലാത്തിരിക്ക് വീണ്ടും 5-2 എന്ന കൗണ്ടറിൽ ഇപ്പൊ നിക്കാണ്. നമ്മൾ ഒട്ടും ടൈം കളയുന്നില്ല, അടുത്ത ഗെയിമിലേക്ക് പോവാണ്. അടുത്തത് ക്യാൻഡിൽ ഗെയിം. ക്യാൻഡിൽ ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടീമിനും ഫ്രണ്ടിൽ ഒരു ഡെസ്ക് ഉണ്ടാവും, ക്യാൻഡിൽസ് വെച്ചിട്ടുണ്ടാവും. ഒരു തീപ്പെട്ടി കൊള്ളുകയും കൊണ്ട് എത്ര ക്യാൻഡിൽസ് കത്തിക്കും? ഒരു മാച്ച് സ്റ്റിക്കിന് ഒരു കോലി കൊണ്ട് എത്ര ക്യാൻഡിൽസ് കത്തിക്കും? അത് എല്ലാവരും ചെയ്യണം. അറ്റ് എ ടൈം ഒരു ടീമിൽ നിന്ന് ഒരാളാണ്. ഓക്കെ, അത് കത്തി തന്നെ നിൽക്കണം. ഇപ്പൊ കാറ്റ് ചെറുതാക്കി ആയിട്ടുണ്ട്, കെട്ടുപോയ കൗണ്ടിൽ കൂട്ടത്തില്ല. അത് പറ്റില്ല, അത് കത്തിച്ച് കഴിഞ്ഞാൽ എത്ര ക്യാൻഡിൽസ് കത്തി നിൽക്കുന്നു അതിലാണ് കൗണ്ട് എടുക്കുള്ളൂ. അപ്പൊ ഈ ക്യാൻഡിൽസ് ഓൾറെഡി സ്റ്റിക്ക് ചെയ്തിരിക്കുവോ? അതാ നമ്മൾ ക്യാൻഡിൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ഓക്കെ ശരി, ഓക്കെ അത് നമ്മൾ പൊളിക്കും. ഓക്കെ ഓക്കെ. സോ ടീം ലാത്തിരി പൂത്തിരി, നമ്മൾ നെക്സ്റ്റ് ഒരു ഗെയിമിലേക്ക് പോവാണ്. ക്യാൻഡിൽ ഗെയിം ആണ് ഗെയിമിന്റെ പേര്. ഓക്കെ, ഒരു ടീമിൽ നിന്ന് ഒരാള് വന്ന് നിൽക്കണം. ഓക്കെ, ഒരു തീപ്പെട്ടിക്കൊള്ളിയും കൊണ്ട് ആ ക്യാൻഡിൽ ഏറ്റവും ആദ്യം കത്തിച്ച് കഴിയണം. ഓക്കെ, ഒന്നെങ്കിൽ ഏറ്റവും ആദ്യം കത്തിച്ച് കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ടൈമർ ഉണ്ട്, 90 സെക്കൻഡ് ആണ് എല്ലാത്തിനും. ബെല്ല് അടിക്കുന്നതിന് മുന്നേ എത്ര തിരിയാണ് കത്തിച്ച ആ കൗണ്ട് ഡൗൺ എടുക്കും. ഏറ്റവും കൂടുതൽ തിരി കത്തി നിൽക്കുന്ന കൗണ്ട് ചെയ്തിട്ട് ആർക്കാണോ കൂടുതൽ മാർക്ക് അവർക്ക്. ടീം ലാത്തിരിന്ന് ആരാ വരുന്നേ? ഓക്കെ, സാധിക ചേച്ചി. ഓക്കെ, ചേച്ചിയാണ് വരുന്നത്. ക്യാപ്റ്റൻ ആണ് പൂത്തിരിയുടെ ക്യാപ്റ്റൻ മനീഷ്. ഒരുപാട് ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. 60 സെക്കൻഡ് ആണ് ടൈം. ഓക്കെ, റെഡി? 1 2 3 ഗോ. ഓക്കെ, നിങ്ങൾ ടീം മെമ്പേഴ്സ് തീപ്പെട്ടിക്കൊള്ളി പറ്റുള്ളൂ.
സെക്കൻഡ് വരെ കത്തി നിൽക്കുന്നൊക്കെ അതിപ്പോ കെടുത്തിയതാ ഞങ്ങൾ ഇവിടെ വരെ കത്തിച്ചു. ഞങ്ങൾ കത്തിച്ചു ഓക്കെ, മനീഷ ചേച്ചിയാണ് വിജയിച്ചിരിക്കുന്നത്. അല്ലേ? പൂത്തിരിക്ക് ഒരു പോയിന്റ്. നാണം കെട്ട് പോവോ അത് പേടിച്ചു പോയായിരുന്നു. എത്ര എന്തൊക്കെ കത്തിച്ചേക്കണ ഈ പുള്ളിക്കാരി. പിന്നെയാണ് ഈ അഞ്ചിത്ത് പെഴുതിരി. ഞാൻ പക്ഷെ സാധു ചേച്ചി സ്കോർ ചെയ്യുന്നാണ് വിചാരിച്ചത്. കണ്ടോ, അതാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. തീപ്പെട്ടി സിഗരറ്റ് വലിച്ചത് ശീലമില്ലാത്തോണ്ട് തീപ്പെട്ടി വലിച്ചത് കത്തണ്ടായിരുന്നില്ല. അതല്ല, ആദ്യം കത്തിച്ചിട്ട് ഇങ്ങോട്ട് പോയി. അയ്യോ, ഇത് മത്സരം. ഓക്കെ, ഇതില് ടീം പൂത്തിരിയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മെമ്പേഴ്സിൽ ഞങ്ങൾ ഒരു കുപ്പി ഗ്ലാസ് വൈനൊന്നും അല്ല, പച്ച വെള്ളം വായിൽ നിറയ്ക്കണം. ഓക്കെ, ടീം ലാത്തിരിന്ന് ഒരാൾ വന്ന് ചിരിപ്പിക്കും. പക്ഷെ നിങ്ങൾ വെള്ളം തുപ്പാൻ പാടില്ല. തുപ്പി കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട് ആവും. ഓക്കെ, ഞങ്ങള് തുപ്പി തെറിപ്പിക്കും. ഞങ്ങൾ അതെ, മൈദിച്ചേട്ടൻ വരണ്ട കേട്ടോ. ഒരു ക്യാമ്പർ നിങ്ങളെ ചിരിപ്പിക്കും. ആ കൗണ്ട് എടുക്കും. ഓക്കെ, വെള്ളം ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്തേക്കുന്ന മെമ്പേഴ്സ് ഏത് ടീമിലാണോ അവർക്ക് ഒരു പോയിന്റ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഇവരും അതുപോലെ തന്നെ വെള്ളം ഹോൾഡ് ചെയ്ത് മൗത്തിൽ വെക്കും. നിങ്ങളുടെ ഒരു ടീം മെമ്പർ വന്ന് ഇവരെ ചിരിപ്പിക്കാൻ നോക്കുക. ഓക്കെ, വെള്ളം തുപ്പിയാ ഇവർ ഔട്ടായി. എത്ര മെമ്പേഴ്സ് ലാസ്റ്റ് എത്ര പേര് താഴെ നോക്കി തുപ്പണം. ഓക്കെ, 1 മിനിറ്റ് ആണ് ടൈം. എല്ലാരും വരുമോ ചിരിപ്പിക്കാൻ? ഒരാളെ വരുള്ളൂ. നമ്മളെല്ലാരും നിറച്ച് വെക്കാം. ഒരാൾ ഇവിടെ വന്ന് നിന്നിട്ട് ചിരിപ്പിക്കും. എല്ലാരും നിറയ്ക്കണം. എല്ലാരും നിറയ്ക്കണം. എന്നിട്ട് ഒരാൾ ഇവിടെ നിന്ന് കോമൺ ആയിട്ട് വന്ന് നിങ്ങൾ ചിരിപ്പിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? എല്ലാരും വെള്ളം വായിൽ കൊള്ളണം. ഓക്കെ, ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ മൊത്തം ഗെയിം ഔട്ട് ആവും. ഇല്ല. ഓക്കെ, അപ്പൊ ടീം അതെ ചേട്ടനാണ്. ഇരുന്നാ മതി, മോത്തേക്ക് തുപ്പല്ലട്ടാ. ഓക്കെ, ചായ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്താ ടൈം 1 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സ്റ്റാർട്ട് ആണ്. മനീഷ് ചേച്ചി തന്നെ. മനീഷ് ചേച്ചിക്ക് ഉമ്മറിന്റെ ഫിഗർ ചെയ്യാട്ടാ. മൊബൈലിൽ തൂക്കോട്ടെ, മാറ്റി പിടിക്കും. ഹനുമാൻ ഇല്ല, ഇത് ഉമ്മറിന്റെ ഫിഗർ അത്. വെള്ളം കുടിച്ചോണ്ടിരിക്കും. നേരെ നോക്ക്. വെള്ളം ഇറക്കാൻ പാടില്ലേ? ലിജോ ചേട്ടൻ വെള്ളം ഇറക്കിയെന്ന് തോന്നുന്നു. അതിൽ വെള്ളം ഇത് മാറരുത്, ഇങ്ങനെ തന്നെ നിന്ന് അന്യം നിന്ന് പോണം. അങ്ങനെ തന്നെ വേണം. ഒരാൾ ഔട്ട്. കണ്ണടക്കാണ്ട് ഇവര് ചിരിക്കില്ലാന്ന് അല്ല, അത് മറ്റേ അല്ല, ഇത് മറ്റേ വയസ്സായ കാക്ക കുഞ്ഞിരിക്കല്ലേ മഴയെ പോയിട്ട്. നോക്കിയേ, കണ്ണ് താഴ്ത്തി പിടിച്ചിരിക്കുക. 10 സെക്കൻഡ് കൂടെ. ഒരിക്കലും മരിക്കില്ല ഈ കാക്ക. മഴയത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ അതെല്ലാം മുകളിൽ ഇരിക്കുന്ന കാക്ക. 5 4 3 2 1. ഓക്കെ, താങ്ക് യു. ടീം രാത്രി ഒരാളെ ഔട്ട് ആക്കിപ്പിച്ചേക്കാണ്. ഓക്കെ, അതെ, ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എന്താ എന്റെ ഭഗവാനെ. ഓക്കെ, ടീം രാത്രിയാണ്. ആരാ ചിരിപ്പിക്കാൻ വരുന്നത് ഇവിടെ? ഓക്കെ, മനീഷ ചേച്ചിയാണ്. പൂത്തിരി ടീമിലത്തെ ക്യാപ്റ്റൻ മനീഷ ചേച്ചിയാണ് നിങ്ങൾ ചിരിപ്പിക്കാൻ വരുന്നത്. ഞാൻ നോക്കിയാൽ ചിരിക്കില്ല. ചേച്ചിന് കുറച്ചോളം മതി. കുറച്ചല്ല, അല്ല കുടിക്കുവാണ്. എന്റെ മോത്തേക്ക് തുപ്പി നോക്കിക്കോ. ഓക്കെ, ബോട്ടിൽ അവിടെ സൈഡ് വെച്ചോ. ടൈം സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, റെഡി? 1 2 3 ടൈം സ്റ്റാർട്ട്. ഞാനൊരു കഥ പറയാം. അതായത് ഹരിമാൻസ്വാമിയുടെ അടുത്ത് വിട്ട് അടുത്ത ചോദിക്കണേ, ചേട്ടാ ഒരിത്തിരി ആൻസരിക്കും. എങ്ങനെ പിടിച്ചിരിക്കണേ? ശരിക്കും പിടിക്കേ. കറക്റ്റ് ഹനുമാൻ സ്വാമിയുടെ ഫീമെയിൽ വേർഷൻ. താങ്ക് യു വെരി മച്ച്. ഇതിനകത്ത് വായിക്കാൻ കഥ ശരിക്കും ഇല്ലല്ലോ.
ബൈജു ഞാൻ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും പറഞ്ഞിട്ടൊന്ന് ചിരിക്കണം അവനെ. ഒരു എങ്ങനെയെങ്കിലും ഒരു പോയിന്റ് നടപടിയാവില്ല എന്ന രീതിയിലാണ് ടീം ലാത്രി ഇരിക്കുന്നത്. അതായത് ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടി ഇതിന്റെ കാലിൽ പിടിക്കാം. 10 seconds. അയ്യോ 10 സെക്കൻഡ് എങ്ങനെയെങ്കിലും ചിരിക്കണേപ്പാ. ആ നീ ഒന്ന് ചിരിച്ച. നീ ചിരിക്കണെന്ന് എനിക്കറിയാം, നിന്റെ അടുത്ത് വെറുതെ വേസ്റ്റാ. Okay. കഴിഞ്ഞോ? ഇല്ല, ഇല്ല, ഇല്ല. എനിക്ക് മതിയായി. 4, 3, അതാ പോയി, അതാ പോയി. 1, 0. ടീം ലാത്രി വിജയിച്ചിരിക്കുന്നു. ആരും ചിരിച്ചില്ല. ആരും ചിരിച്ചില്ല. ഞങ്ങൾ ചിരിക്കില്ല എന്ന മട്ടിൽ എക്സ്പ്രഷൻ ഇട്ടായിരുന്നു ടീം ലാത്രി. ഞാനേ വണ്ടി കയറി പോകാൻ പറ്റില്ല കേട്ടോ, ദൂരെ നടക്കണം, അവിടം വരെ ഇടിക്കൂര്. ഞങ്ങളൊക്കെ ലാത്രിയാണ് വിജയിച്ചിരിക്കുന്നത്. പൂത്തിരിക്ക് എത്ര പോയിന്റ് ആണെന്ന് അറിയോ? എത്രയാണോ? 3 points. ഓക്കെ, So sad. സോ സാഡ്. ആയിക്കോട്ടെ, അടുത്ത ഞങ്ങള് പിടിക്കും. വിടരുത്. തോക്കണ വരെ ഞങ്ങള് വിടൂല. രാവിലെ പാട്ട് മത്സരത്തിന് ഇവിടുത്തെ ഗെയിം തന്നെ എന്തിനാണെന്നറിയാമോ? നിങ്ങളെ ആള് കത്തൂന്ന് പറഞ്ഞില്ല. അടുത്ത് നെക്സ്റ്റ് ആ അതെ അതെ വേഗം ഞങ്ങൾ ഒരു സ്ലേറ്റ് ബോർഡ് തരും. ഓക്കെ, ഒരു സ്ലേറ്റ് തരും. ഓക്കെ, ഒരു മാർക്കർ തരും. അത് മൂക്കിന്റെ ഇവിടെ പിൻ ചെയ്ത് വെക്കും. അത് സ്റ്റിക്ക് ചെയ്ത് വെക്കും, അങ്ങനത്തെ ഒരു സൈസ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയുന്ന ആൽഫബറ്റ് ഏറ്റവും വൃത്തിയായിട്ട് അക്ഷരങ്ങൾ എഴുതുന്നത് ഇക്ഷ, ഇത്ര, ഇഞ്ഞ. ഇത്രയാ? മൂന്ന് അല്ലാണ്ട് പോയേക്കണേ. ഇത് വേറെ വേറെ ഭാഷ ഈയും വരും ത്രായും വരും. എല്ലാം എഴുതണേ. നിങ്ങൾ ഒറ്റ അക്ഷരമല്ലേ? ഇക്ഷ, ക്ഷ ഒരു അക്ഷരം, ഇക്ഷ. ത്ര ഒരു അക്ഷരം, ഞാ ഒരു അക്ഷരം. 3 ഇഞ്ഞ. ഇക്ഷ, ഇത്ര, ഇഞ്ഞ അല്ലേ? ഇത്ര അല്ലടാ, ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഇക്ഷ, ത്ര, ഞ. ഓക്കെ, ഏറ്റവും വൃത്തിക്ക് ഏത് ടീമിലാണ് ആരടി എഴുതാൻ പോണെ? ഓക്കെ. ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരും ചെയ്യണം. ഇവിടെ എല്ലാരും തന്നെ വേണ്ട, ഞാൻ തന്നെ എഴുതാം. പാൻമേരി ചേച്ചി ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. പാൻമേരി ചേച്ചി കലിപ്പിലാണ്. കലിപ്പില് ഞാൻ തന്നെ എഴുതാം. മലയാളം എനിക്ക് അറിയില്ല. ഞാൻ കാണിച്ചു തരാം. പക്ഷെ വലിയ ചോക്ക് പാടില്ല കേട്ടോ, ചെറിയ ചോക്ക് പാടുള്ളൂ. ചെറിയ ചോക്കല്ലത്. മാർക്കർ. ആ മാർക്കർ ഉണ്ട്. റെഡിയല്ലേ? അപ്പം ലാത്തിരി പൂത്തിരി 2 ടീം മെമ്പേഴ്സും റെഡി ആയിട്ടുണ്ട് നമ്മുടെ അടുത്ത ഗെയിം കളിക്കാനായിട്ട്. സോ റെഡി, 3, 2, 1 ഗോ. യെസ് ടീം മെമ്പേഴ്സ്, ഇങ്ങനെ ഇരിക്കരുത്, നല്ലോണം പ്രോത്സാഹിപ്പിക്കണേ. അടിപൊളി. യെസ്, അവിടെ ബൈജു ചേട്ടൻ ഏകദേശം 2 അക്ഷരങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. മനീഷ ചേച്ചി തെളിയുന്നില്ല, പക്ഷെ എന്റെ പേന തെളിയുന്നില്ല. ഓക്കേ. പേന തെളിയുന്നില്ല. പേന തെളിയുന്നില്ല കേട്ടോ. അക്ഷരം എഴുതിയോ? എഴുതി, പക്ഷെ പേന തെളിയുന്നില്ല. അതെ മഞ്ഞിലുണ്ട്. എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫിനിഷ്. ഓക്കെ, 2 പ്ലേറ്റ് തന്നോളൂ. ഇതാണ് ടീം ലാത്തിരി എഴുതിയേക്കുന്നത്. പേന തെളിയുന്നില്ല. ടീം പൂത്തിരി എഴുതിയേക്കുന്നത് ശരിക്കും പൂത്തിരി ഈശ്വര, അതിലും നമ്മള് ഓക്കെ. ഒരു കാര്യം ചെയ്യ്, ആ പേന തരൂ. ആ പേനയിൽ ഞാൻ ഇടാം. കൊടുക്കാം. സങ്കടം മാറട്ടെ, മനീഷ ചേച്ചിയുടെ സങ്കടം മാറട്ടെ. ആ പേന കൊടുത്തേ. തോറ്റു, ഇനി ഒന്ന് എഴുതി പഠിക്കും. അതെ, ഗെയിം ആവുമ്പോ തോക്കൊക്കെ ചെയ്യും. കുഴപ്പമില്ലെന്നേ. അങ്ങനെയൊക്കെ തന്നെയാ. ചേച്ചിക്ക് എന്താ കുഴപ്പം? എനിക്ക് ഇച്ചിരി കുഴപ്പമുണ്ട്. ചേച്ചിക്ക് വന്നല്ലോ കുഴപ്പമാണല്ലോ. പിന്നെ ചേച്ചിക്കാണല്ലോ കുഴപ്പം. ഇവിടെ എന്താ? റെഡി, 1, 2, 3 സ്റ്റാർട്ട്. പേന ശരിയില്ലാഞ്ഞിട്ടാ. അല്ല, എഴുതാൻ അറിയാഞ്ഞിട്ടല്ല. പേന വെച്ച് എഴുതിയിരിക്കുന്നോണ്ട് ഭാഗ്യമോ ഒന്നും പറയാൻ പറ്റുന്നില്ല. എഴുതുന്നുണ്ട് കേട്ടോ. നക്ഷത്രം. ഓക്കെ, ഇക്ഷത്ര എഴുതി. വലിയ പാടാ. ഇവിടെ അല്ലേ സ്ലേറ്റ് മണത്ത് നോക്കണോ? എഴുതണ്ട. നക്കണെന്നോ?
ഓക്കെ, എന്നാലും നമുക്ക് ജഡ്ജ്മെന്റ് എളുപ്പമായിരിക്കും. ഏറ്റവും വൃത്തിക്ക് എഴുതിയേക്കുന്ന ആരാ? ഞങ്ങളുടെ വൈജു ചേട്ടൻ. ഓക്കെ, അതെന്താ ഞങ്ങള് ചേച്ചി ഞങ്ങളുടെ ചേച്ചി നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അല്ലല്ല അത് പറയണ്ട, ചേച്ചി നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ ചേച്ചി നന്നായിട്ട് എഴുതിയത് വൈചേട്ടനാ. അല്ലല്ല, ഞങ്ങളുടെ ചേച്ചി നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെ പറയല്ലേ, ജയ് മാമ്പ തോക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യും. ചേച്ചി അങ്ങനെ പിന്നെ ചേച്ചി അങ്ങനെ പറയാൻ ടൈമിന് മുമ്പിൽ ഞങ്ങൾ എഴുതി. പിന്നെ അത് ചേച്ചി പറയണ്ട, അത് ചേച്ചി പറയണ്ട. എന്ത് ദാനം? പക്ഷെ ഇതിന് കുറച്ച് ചേച്ചി ദാനം പറയല്ലേ. ദാനം കൊടുത്തതാ. ഏത് ദാനം കൊടുത്തോ? ഇവര് തന്ന പേന തെളിയാത്ത ഞങ്ങളുടെ കുഴപ്പമാണോ? എന്ത് പിന്നെ ചേച്ചിക്ക് നന്നായിട്ട് എഴുതാൻ അറിയാം. പിന്നെ എഴുതാൻ അറിയാമെന്ന് ഞാൻ കണ്ടത്. ഇതെന്താന്നൊന്ന് വായിച്ചേ. എന്താ ഞാൻ എന്താ കുഴപ്പം? വന്നല്ലോ മുതൽ പിന്നെ ചേച്ചിയാണല്ലോ പറഞ്ഞ ദാനം എന്നൊക്കെ പറയുന്നത്. കണ്ടോ എന്ത് ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. ചേച്ചി അങ്ങനെ പറയല്ലേ. പിന്നെ എന്തിനാ ചേച്ചി? അല്ലല്ലോ, ഒരു കാര്യമുണ്ട്, ചേച്ചി എന്തിനാ എപ്പോഴും ഇങ്ങനെ കളിയാക്കുന്നത്? പിന്നെ ഞങ്ങൾ തോറ്റുന്നില്ല, ഞങ്ങൾ ജയിച്ചു. എന്താ കുഴപ്പം? അല്ല, ഇത് ആക്ച്വലി എന്ത് മത്സരമായിരുന്നു? ഇതിനകത്ത് ഈ മത്സരത്തില് ഇതിൽ എഴുതാത്ത വാക്കുകളൊക്കെ ഇവിടെ നടന്നു വേണ്ടത്. രണ്ട് ടീമിനും ഒരേ പോയിന്റ്. എക്സ്ക്യൂസ് മീ, ഞാനൊരു കാര്യം പറയാം. ഇത്ര നേരം ഞാൻ മിണ്ടിയിട്ടില്ല, ഇനി ഞാൻ തുറന്നു. അല്ല, പാട്ട് മത്സരത്തിന് ഞങ്ങളുടെ മാലക കൊണ്ടുപോയി പോട്ടെ. ഇപ്പൊ ഞങ്ങളുടെ മൂക്കിന് വെച്ച പേന കൊണ്ടുപോയിട്ട് എല്ലാ അക്ഷരവും നന്നായിട്ട്, പക്ഷെ അങ്ങനെ പറയല്ല, ചേച്ചി കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ക്രിസ്മസ് സമാധാനത്തിന്റെ സന്ദേശമാണ് കൊടുക്കുന്നത്. ദയവ് ഇത് അവസാനം അടിപിടിയാക്കരുത്. 3 അക്ഷരമോ പറഞ്ഞത്. അതെ, അത് 4 ഉണ്ട്. നിന്റെ ഗെയിമിന്റെ മാർക്ക് നമുക്ക് ലാസ്റ്റ് തീരുമാനിക്കാം. അടുത്ത ഗെയിമിലേക്ക്. ഓക്കെ, സമാധാനപ്പെടൂ. ഓക്കെ, അടുത്ത മത്സരത്തിന് മോനെ എന്നടാ എറിയട്ടെ. ഞാൻ ഒരു നെഞ്ചത്തിലിട്ട് ഇല്ല ചോദിക്കാനുണ്ടോ? ഓക്കെ, അടുത്ത മത്സരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൗൾ ഗെയിം ആണ്. ബൗളിൽ സെറ്റ് ഓഫ് ടെന്നീസ് ബോൾസ് ഉണ്ടാവും. അത് നിങ്ങൾ കളിച്ചോണം കേട്ടോ. അപ്പം രണ്ട് കൈയിലും ഈ ഗ്ലാസ്സിലെ കപ്പ് നിങ്ങളുടെ കയ്യിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാവും. സോ അത് വെച്ച് വേണം നിങ്ങൾ ഒരു ബൗളിൽ ഇരിക്കുന്ന ടെന്നീസ് ബോൾ അടുത്ത ബൗളിലേക്ക് ഇടാൻ. അപ്പൊ 60 സെക്കൻഡ് ടൈമിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബൗൾസ് ഏത് ടീമാണ് ഇടുന്നത് അവർ ജയിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, പ്രോപ്പർട്ടി കമോൺ. അപ്പൊ ടീം ലാത്തിരി പൂത്തിരി നെക്സ്റ്റ് ഗെയിം ബൗൾ ഗെയിം ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. ഇങ്ങനെ നിങ്ങളുടെ രണ്ട് കൈ ഇതിന്റെ ഉള്ളിലേക്ക് ഇടാം. ഓക്കെ, എന്നിട്ട് ഒരു ബോള് കളക്ട് ചെയ്തിട്ട് ഇതിലേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, 60 സെക്കൻഡ്. ഓക്കെ, പറഞ്ഞോളൂ. ആദ്യം അങ്ങനെയൊന്നുമില്ല, അവരായിക്കോട്ടെ. 60 സെക്കൻഡ് ടൈം തരും. ഓക്കെ, ഏറ്റവും കൂടുതൽ ബോൾ കളക്ട് ചെയ്ത കപ്പിൽ ഇടുന്ന ഏത് ടീമാണ് അവർക്ക് പോയിന്റ്. ഓക്കെ, അവർക്ക് കൊടുത്തു. ടീം ലാത്രിന്ന് ഓക്കെ, സാജു ചേട്ടൻ ജിജോ ചേട്ടൻ. ഓക്കെ ഓക്കെ ഓക്കെ, കൈട്ടോ. ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ. So ready? 1, 2, 3, start. ഈശ്വര ഭഗവാനേ, ഈശ്വര മോനെ ഇടറാ.
എല്ലാം കഴിഞ്ഞിട്ട് പൂത്തിരി 2 ബോളാണ് പ്ലേസ് ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ, ബാക്കി നിങ്ങളുടെ അത്രയും ഒരു സെറ്റപ്പ് എനിക്കില്ലല്ലോ കൈയുടെ വലിപ്പം. ഓക്കെ, പൊരുത്തി തോക്കാന്ന് ഓള് പറഞ്ഞ പറഞ്ഞപ്പോ ശീലമുണ്ട്. ഇങ്ങനെ കേട്ടില്ലേ? പറഞ്ഞ വാക്ക് വലിച്ചില്ലേ? പറഞ്ഞ വാക്ക് പാലിച്ചു. മനുഷ്യച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഈ അവസരത്തിൽ ഈ ഒരുപാട് അഭിമാനം തോന്നുന്നു. കാരണം തോക്കാനും വേണം ഒരു യോഗം, തോക്കാനും വേണം ഒരു ചങ്കൂറ്റം. ഞങ്ങൾ വഴിമാറി കൊടുക്കുന്നതാണ് പലതും. അവര് ജയിച്ചോട്ടെ. വഴിമാറി കൊടുത്ത് ഏതുവരെ പോയി ഇനിയിപ്പോ വഴി കാണാണ്ട് പോകാനുള്ള വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. പോയിന്റ്സ് മൊത്തം ടീമിലായിരിക്കും. ഞങ്ങളുടെ മറ്റേ കുതിരപ്പാവൻ ഇതുവരെ ഇറക്കിയിട്ടില്ല. അതാണ് അല്ലേ? അതെ എന്താ വെച്ചാലേ ഈ കുഞ്ഞുങ്ങളെ വിഷമിക്കാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഒരു ഗെയിമിലേക്ക്, നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ലാസ്റ്റ് ഒരു ഗെയിമിലേക്ക് പോവുകയാണ്. എങ്ങനെ വന്ന ഞാനാ അതെ, എന്തായിരുന്നു തുടക്കം? ആ വെള്ളം തുപ്പിക്കളന്നെ പോവായിരുന്നു. ലാസ്റ്റ് ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് ഗെയിം ആണ്. സ്ട്രോക്ക് ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൗളില് കുറച്ചധികം ഈ തെർമോകോൾസ് ഇടും. ഓക്കെ, ഒരു സ്ട്രോയും തരും. ഓക്കെ, ഒരു ബൗളിൽ തന്നെ ആയിരിക്കും 2 ടീമിൽ നിന്നും ടീമുകാരും സ്ട്രോ എടുത്തിട്ട് തെർമോകോൾ എടുക്കുക, കളക്ട് ചെയ്ത് ഇപ്പഴത്തെ കപ്പിലേക്ക് ഇടുക. തെർമോകോൾ എങ്ങനെ ഉള്ളിലേക്ക് പോയാലോ? ഇല്ല, സ്റ്റക്കായി നിൽക്കും. കറിയും കൂടെ മേടിച്ചാൽ അപ്പൊ തെർമോക്കോളും കടലയും പ്രോപ്പർട്ടി സെറ്റ് ആക്കി പൊരുത്താൻ വേണ്ടി ഇവിടെ നിന്ന് അഞ്ജന ചേച്ചിനെയും ഈ ടീമിൽ നിന്ന് പൂത്തിരിന്ന് ആൻമേരി ചേച്ചിനെയും വിടുകയാണോ? അടി ആളായിരുന്നു ഞാൻ സെറ്റ് ഇട്ടേക്കണേ. 60 സെക്കൻഡ് സ്റ്റാർട്ട് ആയിട്ട് അയ്യോ ഇടിക്കല്ലേ. 60 സെക്കൻഡ് ടൈം ഉള്ളൂ കേട്ടല്ലോ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, 1 ഈക്വൽ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, 2 സ്പീഡ്. ജപ ജപ. മൂന്നും നോക്കിയോ? അത് ഫോൾസ് ആണ് കേട്ടോ. ട്രൂ ഫോൾസ് ഒന്നുമില്ല. അത് കണ്ടുപോലും ഇല്ലെന്നേ, അത് റോങ് ആണ്. എന്താ സംഭവിച്ചൊന്നുമില്ല. ഇട്ടതല്ലേ, അത് കുഴപ്പമില്ല. അവൻ അതിനകത്തുനിന്നൊക്കെ കാര്യമിട്ടാ. 10 സെക്കൻഡ്സും കൂടെ ഉള്ളൂ. 10 സെക്കൻഡ്. നീ താഴെ കളയണ എന്തിനാ? അന്നേ അന്നേ കപ്പിലിട്ടാ 3 2 1 അത് ഇത് താഴെ വീണതാട്ടോ. ഓക്കെ, എന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണം. തട്ടുമ്പോ കള്ളക്കളിയാണ്. ഇപ്പൊ ഇത് കണ്ട, ഇവിടുന്ന് പിറക്കി ഇടുക ചെയ്തത്. അതെന്ത് കഴിച്ച് ഗ്ലാസ് തട്ടിയാലും കേട്ടോ. ഇവിടെ താഴെ വീണ സാധനം ഞാൻ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഒരു സ്ട്രോ വലിച്ചപ്പോ 15 എണ്ണം ഒന്നിച്ചു വന്നു. അത് എന്റെ കുറ്റമാണോ? അല്ല, അത് തെറ്റാണ്. 15 എണ്ണം ടീം ലാസ്റ്റ് ഒന്നിച്ചു വരും. അല്ല അതെങ്ങനെ ശരിയാവും? എങ്ങനെ 15 എണ്ണം ഒന്നിച്ചു വരും? വന്നു വന്ന് അത് വേണം റീപ്ലൈ അടിച്ചു നോക്ക്. 5 എണ്ണം അങ്ങനെ ചെയ്യാൻ പാടണ്ട. ചേച്ചി ഒരുമിച്ച് വന്നിട്ട് ഇപ്പൊ ചേച്ചി അത് ഗെയിമാണ്. അല്ല അത് ഒരുമിച്ച് വന്നാലും കുഴപ്പമില്ല. എന്താ ഒരുമിച്ച് വന്നതല്ലേ, നമ്മളെ എങ്ങനെ കാണിക്കാൻ പറ്റും? ചേച്ചി എന്ത് അല്ലല്ല ചേച്ചി എന്ത് പരിപാടിയാണ്? നമ്മള് ജയിച്ചു. അതിനകത്ത് തെർമോകോൾ ബോൾസ് കുറവാന്ന് അറിഞ്ഞോണ്ട് കള്ളക്കളി കളിക്കാൻ വേണ്ടി ഇതൊക്കെ പെറക്കിയെടുക്കുമ്പോ ചേച്ചി അവിടെ പിറക്കിയിട്ടത്. അതെ, അല്ല ഇത് താഴത്ത് പിറക്കിയിട്ടതാണ്, വേറെ ഒരു പോയിന്റ് തന്നേക്കാം. നമുക്ക് ഒന്നുകൂടി കളി കളിച്ചാലാ? അതെ, ഇത് ശരിയല്ല കേട്ടോ, ഇത് ശരിയല്ല. എന്താന്ന് വെച്ചാൽ ചേച്ചി അവിടുന്ന് ചേച്ചി അങ്ങനെ പറയരുത്. വീണ ഇവിടുന്ന് പറക്കിയെടുത്തോ? അവിടുന്ന് പിറക്കിയെടുത്തോ? അല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ
ഞങ്ങളും തിരക്കിയിടുന്നു. അല്ല ജയിച്ചോട്ടെ അപ്പൊ അറിയാം. അവർക്ക് അതെങ്ങനെയാ പറ്റുന്നത്? ചേച്ചി ഇവിടെ തിരക്കിയിട്ട് ചേച്ചി. ഓക്കെ ആ സമ്മാനം അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു പോരെ ആ പോയിന്റ് ഞങ്ങൾക്ക് തരുന്നു ഞാൻ സമ്മതിക്കത്തില്ല. അല്ല ഞാൻ സമ്മതിക്കത്തില്ല. അല്ല അത് ശരിയല്ല അത് ശരിയല്ല അതീന്ന് അവർ ദാനം കൊടുക്കട്ടെ. അവര് വീണ്ടും ദാനം തന്നു. ഞങ്ങളുടെ മാതാവിനെ ദാനം തന്ന് ഞങ്ങളുടെ കുഴപ്പമില്ല, കുഴപ്പമില്ല. തെർമോകോൾ ബോൾസ് ഞങ്ങളെടുത്തു. ഞങ്ങളെടുത്തു. ആഘോഷമല്ലേ? അയ്യോ ദാനശീല. ആ കഴിഞ്ഞു കഴിഞ്ഞു ക്യാപ്റ്റൻ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? കൊണ്ടുപോകോ തിരിച്ചുകൊണ്ടുപോകോ ദാനശീല കളിയാക്കി തിരിച്ചു തന്നേക്ക്. ആ ഓ ഇരിക്കടി അവിടെ അല്ല ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ഞാൻ ഒറ്റ വലിക്ക് 5 ഒന്നിച്ചു വന്ന് എന്റെ കുഴപ്പം. എടി ഒറ്റ വലിക്ക് നിനക്കൊന്ന് വലിച്ചെടുത്തൂടായിരുന്നു എനിക്ക് 5 വന്നൊന്നല്ല അവിടുന്ന് വാരിയെടുത്ത് ഏറ്റു വന്നാ കൂടെ വേണ്ടെന്ന് വെച്ചിട്ടാ ചേച്ചി വലിച്ചപ്പോ വന്നില്ലേ? അതന്നെ ഇവരൊക്കെ എനിക്ക് വലിക്കുമ്പോ വലിക്കാൻ അറിയില്ല. ചേച്ചി വലിച്ചപ്പോ വന്നില്ലേ? അത് ആരാ അഞ്ചനെ വലിക്കുന്നത് പ്ലേറ്റ് നേരെ വന്നാ സോ ടീം ലാത്തിരി പൂത്തിരി അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ വൈൻഡപ്പ് Yeah. അപ്പം നമുക്ക് സംശയം പറയാം ആരാണ് വിജയ്? ടീം ലാത്തിരിയാണ് നമ്മുടെ ഇന്നത്തെ ഞങ്ങള് വിട്ടു തന്നിരിക്കുന്നു ആഘോഷത്തിന്റെ വിജയായി തെരഞ്ഞെടുത്ത ടീം ലാത്തിരി ഒരു ഉഷാറായിട്ട് അല്ല നമ്മള് എതിരാളി ശക്തരല്ല പിന്നെ നമ്മൾ എന്തിനു വെറുതെ അവർക്ക് സൈലന്റ് ആയിട്ട് ഓക്കെ പക്ഷെ നിങ്ങൾ നന്നായിട്ട് കളിച്ചു കേട്ടോ ഞങ്ങൾ നല്ല നല്ല ഗെയിമായിരുന്നു പക്ഷെ ഞങ്ങൾ കൂടി പറ്റില്ല എന്നുള്ളത് നല്ല സ്പോർട്സ് മനുഷ്യ രണ്ട് വാക്ക് സംസാരിക്കും. ഇതിനൊക്കെ എന്ത് പറയാ ഒന്നുമേ പറയാനില്ല. ഓക്കെ നമ്മുടെ ഈ മൈൽ സ്റ്റോൺ ഫാമിലിയുടെ ഇത്രയും അടിപൊളി ഒരു ക്രിസ്മസ് ആഘോഷത്തിന്റെ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത് EIG ഓവർസീസ് ആണ്. യെസ്. അപ്പൊ നമുക്കെല്ലാം ഇപ്പത്തെ എല്ലാ കുട്ടികളുടെ ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ 12th കഴിഞ്ഞിട്ട് എബ്രോഡിൽ പോയി പഠിക്കുക അല്ലേ? കാനഡ UK ജർമ്മനി എന്ന പോലത്തെ സ്റ്റേറ്റിൽ പോയി പഠിക്കുക. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ UK-ലായിരുന്നു യുണൈറ്റഡ് കുണ്ടന്നൂർ ഓക്കെ ഞാനിപ്പം UK-ലാണ് മറ്റേ ഇത് യുണൈറ്റഡ് ഈക്കല് ഇടയ്ക്കുന്ന ഓക്കെ. അപ്പൊ എല്ലാരും UK അങ്ങനത്തെ ഡിഫറെന്റ് കൺട്രീസിലേക്കാണ് പോയി പഠിച്ചിരിക്കുന്നത് അല്ലേ? അതിന്റെ കാണാനുണ്ട് ട്ടോ. അതെ 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 ആ ഒരു അല്ലേ? പോണ ബസിന്റെ പേര് വായിക്കാൻ അറിയില്ല ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ ഇപ്പം ബൈച്ചേട്ടന്റെ മോന് BA മ്യൂസിക് അല്ലേ? മ്യൂസിക് ആണ്. അപ്പൊ മോനൊക്കെ ഇനി പുറത്തേക്കൊക്കെ നല്ല പോകണം. അസാധ്യ സിംഗറാണ് അതെ. അപ്പൊ ഇവിടെ തന്നെ നിന്നോട്ടെ. എന്നാലും പുറത്തേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ EIG ഇതുപോലെ ഒന്നല്ല അവൻ നല്ല അസാധ്യ സിംഗർ അഡ്മിഷൻ ഈസിയാണോ? അഡ്മിഷൻ ഈസിയാണ്. അഞ്ജന കൂട്ടിയുടെ ഒരു കുട്ടിയുണ്ട് ഞങ്ങളുടെ അമ്മ അല്ലേ? ഒരു അഡ്മിഷൻ നോക്കിയാലോ? ജർമ്മനിയിലാണ് അവർ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. യെസ്. അപ്പം 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വിസ സഹിതം എല്ലാവരും എടുത്തു തരുന്നതായിരിക്കും. അല്ല സീരിയസ്ലി അതെ 1 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം രൂപയ്ക്ക്. അപ്പൊ അവരെ കൺസൾട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം +2 കഴിഞ്ഞിട്ട് പോകാം, ഡിഗ്രി എടുക്കുന്നവർക്ക് പോകാം. ഒപ്പം അതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കാം. അതല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പഠിത്തെല്ലാം കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ പോയി ഇവർ സഹായിക്കുന്നതായിരിക്കും. അപ്പൊ ഈ വിസ പ്രോസസ്സിംഗും ടിക്കറ്റ് ഒക്കെ നമ്മൾ എടുക്കണം. ടിക്കറ്റ് ഒക്കെ എടുക്കണം. ബാക്കി പ്രോസസ്സിംഗും കാര്യങ്ങൾക്കൊക്കെ ഇവരുടെ ഫീ എന്ന് പറയുന്നത് 1 lakh ആണ്. ജർമ്മൻ ഭാഷയും അതോടൊപ്പം തന്നെ അവർ പഠിപ്പിക്കും. അതിന്റെ മറ്റു കോഴ്സസും അതെ അതിന്റെ മറ്റു കോഴ്സസും കാര്യങ്ങളെല്ലാം ഓക്കെ. അപ്പം ഫ്യൂച്ചറിൽ ആർക്കെങ്കിലും ജർമ്മനിയിലേക്ക് പോയി പഠിക്കണമെന്നോ അല്ലെങ്കിൽ കസിൻസ് അല്ലേ റിലേറ്റീവ്സ് നെയ്ബേഴ്സ് അതെ മക്കള് ചേച്ചിയുടെ മോളാണെങ്കിൽ പഠിച്ച് ഇപ്പൊ അടുത്ത MSW എന്റെ മോന് വേണം. മോന് വേണം. മോന് പറക്കാൻ നിൽക്കാണോ? മോൻ ആക്ച്വലി കാനഡയിൽ പോകാൻ നിൽക്കുമായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല. ഓക്കെ. പിന്നെ ജർമ്മനി ട്രൈ ചെയ്ത് നോക്കാം. അതെ ജർമ്മനി ട്രൈ ചെയ്തു. അല്ല ഈ നമ്മൾ ഈ വിദേശത്ത് പഠിക്കാൻ പോകുന്ന പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത്ര ചെറിയ എമൗണ്ടിലാണോ അങ്ങനെ കിട്ടുന്നത്. അത് വലിയൊരു സഹായമായിരിക്കും. കാരണം ഒരുപാട് കുട്ടികൾക്ക് വിദേശ പഠനം സാധ്യമാകാത്തത് വലിയ ഫീസും അല്ലാത്ത സർവീസിങ് ചാർജും ഒക്കെ വരുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആണ്. ആളെ വിട്ടേക്കുന്നതാണ്. അതെ അതെ ഒരു കുട്ടിയുണ്ട് അത് ഉക്രൈനില മെഡിസിൻ പഠിക്കുന്നു. ഓ ഗ്രേറ്റ്. അപ്പം എല്ലാരും കുട്ടികളും കസിൻസ് എല്ലാരും തന്നെ പുറത്തൊക്കെ തന്നെയാണ്. അപ്പൊ EIG ഓവർസീസിനെ ഇനി കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അതോടൊപ്പം തന്നെ ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇത്രയും ഗെയിംസ് കളിച്ച നിങ്ങൾക്ക് ഒരു അടിപൊളി കേക്ക് ആയിട്ട് ഇതേ പപ്പാനി റാഡിയസം ബ്ലൂ ആണ് കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പപ്പാനി യെസ് പപ്പാനി ഇതേ കേക്ക് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓരോരുത്തർക്ക് ജയിച്ച ടീമിന് കൊടുത്തു
ജയിച്ച ടീമിന് ഞങ്ങളങ്ങ് അതെ അവർക്ക് ആദ്യം കൊടുക്കും. ആ പിള്ളേർ കരയും മനസ്സറിഞ്ഞ് ഞങ്ങൾ പിള്ളേർ കരയും ഈ പിള്ളേർക്ക് കൊടുത്തു. അത് അവർക്കല്ല, അവർക്ക് താങ്ക് യു ക്രിസ്മസ് പപ്പ, താങ്ക് യു മേരി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഈ ജയിച്ചവർക്കൊന്നും ഒരു മര്യാദയില്ല. അതാണ് ഈ തോറ്റവരാണ് എപ്പോഴും ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധ്യത. ജയിച്ചവരൊക്കെ ആ ഒരു ഒറ്റ തവണ മാത്രമേ ജയിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ മേടിക്കുമ്പോൾ ഒരു ചമ്മലും കൂടെ ഉണ്ട്. ഞങ്ങൾ തോറ്റതൊക്കെയാണ് ഇവിടം വരെ എത്തിയത്. അല്ല, നമുക്ക് ഇവിടെ മുമ്പോട്ട് പോകണ്ടേ? നമുക്ക് ഈ ബ്യൂട്ടിഫുൾ കേക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് റാഡിസൺ ബ്ലൂ ആണ്. റാഡിസൺ ബ്ലൂ നല്ല പാക്കേജ് കേട്ടോ. അതോടൊപ്പം ഇത് ചെറിയൊരു ഗിഫ്റ്റും കൂടി ഉണ്ട്. മഹാറാണിയാണ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഇത് ആണുങ്ങൾക്ക് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ്. ഓക്കെ മഹാറാണി സ്പോൺസർ ചെയ്തേക്കുന്ന താങ്ക് യു. ഒരു ക്രിസ്മസ് ഗിഫ്റ്റും കൂടെ. Thank you. ഓക്കെ മഹാറാണിയുടെ ഒരു വലിയ ആരാധികയാണ് ഞാൻ. ആ മഹാറാണി എന്നാണോ കൂടുതൽ സാരീസ് ഒക്കെ എടുക്കുന്നത്? മേരി ക്രിസ്മസ്. വാവ് നല്ല കളർ. ഓക്കെ അങ്ങനെ അതെ എന്റെ ഒപ്പം പപ്പാനിയും ഉണ്ട്. അതെ ഫ്രീക്കും പപ്പാനിക്കും അതെ ഞാനും പെയിന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ വേറൊരു കാര്യം എന്തായാലും ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാവരെയും കൂടെ വെറുതെ ഉണ്ടാക്കിയതല്ല കേട്ടോ. മനസ്സിലായില്ല. ഞങ്ങൾ ശരിക്കും നടന്നു വിചാരിച്ചു കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് ഇതെന്താ ഇവിടെ നടക്കണേന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് ഇനി അത് മാത്രല്ല കറക്റ്റ് ആയിരുന്നു. അതെ അതെ 8 നിലയിൽ അത് കറക്റ്റ് ആയിരുന്നു. നമ്മൾ ക്യാമറ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് പാക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ചെയ്തായിരുന്ന കുറച്ചുകൂടെ അതെ അടിപൊളിയായിരുന്നു. പക്ഷെ അതാ പറഞ്ഞ ചീറ്റി പോയി. ഇതിലിനി വേറെ എടാ നമുക്ക് ഇതില് വേറൊരു നന്ദി പറയേണ്ട ഒരാളുണ്ട്. നമ്മുടെ ഏഞ്ചൽ കുട്ടി. ഇത്ര നേരം ഞങ്ങളെ ബോറടിപ്പിക്കാതെ ഈ പ്രോഗ്രാം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയ ഏഞ്ചൽ കുട്ടിക്കും ഇത് അവിടെ നിൽക്കുന്ന ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന എല്ലാ ക്യാമറാമാൻമാർക്കും അത് അറേഞ്ച് ചെയ്ത പല ആൾക്കാർക്കും നമ്മുടെ ദ ഗ്രേറ്റ് അപ്പൂസിനും ഒക്കെ ഒരു ക്രിസ്മസ് സോങ്ങും കൂടെ പാടിയിട്ട് മനുഷ്യ ചേച്ചി 1 2 3 സ്റ്റാർട്ട്. ഇസ്രായേലിൻ നാഥനായി വാണു ഏകദൈവം, സത്യദീപമാർഗമാണു ദൈവം, നാഥനായി ഭൂമിയിൽ പിറന്നു ദേഹദൈവം, സത്യദീപമാർഗമാണു ദൈവം, രാജപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ, പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ, ഇസ്രായേലിൻ നാഥനായി വാണു ഏകദൈവം, സത്യദീപമാർഗമാണു ദൈവം, മർത്യനായി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരുമിച്ച് നമുക്ക് ക്യാമറയിൽ ഒരു ഹാപ്പി ക്രിസ്മസ്. ഓക്കെ 1 2 3 ഹാപ്പി ക്രിസ്മസ്.